നിങ്ങളിൽ എത്ര പേരെന്ന് പൂജ്യത്തിൽ നിൽക്കുന്നു? പോക്കറ്റിൽ പണമില്ലാത്തവർ, നാളെക്കുറിച്ച് ആശങ്കയുള്ളവർ, ചുറ്റുമുള്ളവർ നീ ഒന്നുമാകില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവർ. കൈകൾ ഉയർത്തൂ. എങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്നേ ഉള്ളൂ, അഭിനന്ദനങ്ങൾ. കാരണം ലോകം കീഴടക്കിയ ചരിത്രങ്ങളെല്ലാം എഴുതിയത് നിങ്ങളെപ്പോലെ പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയവരാണ്. പൂജ്യം എന്നത് അവസാനമല്ല, മറിച്ച് അവിടെ നിന്നാണ് അനന്തതയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ഇല്ലായിരിക്കാം, വലിയ കുടുംബ പാരമ്പര്യം ഇല്ലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഉള്ളിലൊരു കനലുണ്ട്. ആ കനലിനെ ഒരു വൻ കാടാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായ ഇലൻ മസ്കോ, ജെഫ് ബെസോസോ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ധീരുഭായ് അംബാനിയോ ജനിച്ചപ്പോൾ കോടീശ്വരന്മാരായിരുന്നില്ല. അവർ തുടങ്ങിയത് വെറും പൂജ്യത്തിൽ നിന്നാണ്. വിജയം എന്നത് ഭാഗ്യമല്ല, അതൊരു ചിന്താഗതിയാണ്. ദിസ് ഈസ് ദ മൈൻഡ് സെറ്റ്. ഒരു ദരിദ്രന്റെ ചിന്താഗതിയും ഒരു കോടീശ്വരന്റെ ചിന്താഗതിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എനിക്ക് പണമില്ല, എൻ്റെ അച്ഛന് പണമില്ലായിരുന്നു, രാജ്യം ശരിയല്ല, സാമ്പത്തിക മാന്ദ്യമാണ്, ഇങ്ങനെയുള്ള പരാതികൾ പറയുന്നവർ ഒരിക്കലും രക്ഷപ്പെടില്ല. പരാതികൾ പറയുന്നത് നിർത്തുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. നിങ്ങൾ തോൽവിയെ ഭയപ്പെടാതിരിക്കുക. പൂജ്യത്തിൽ നിൽക്കുന്നവനെ ഒന്നു മാത്രം ഓർത്താൽ മതി. നിങ്ങൾക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾക്ക് നേടാൻ ഒരു സാമ്രാജ്യം തന്നെ മുന്നിലുണ്ട്. തോൽവി എന്നത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. നിങ്ങൾ എന്താണ് ലോകത്തിന് നൽകാൻ പോകുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നവരാണ് കോടീശ്വരന്മാർ. ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടെന്ന് കണ്ടെത്തുക. ഇല്ലെങ്കിൽ ഒരു പുതിയ കഴിവ്, ഹൈ ഇൻകം സ്കിൽ പഠിച്ചെടുക്കുക. നിങ്ങളുടെ വരുമാനത്തിന്റെ 50% അത്യാവശ്യങ്ങൾക്കും 30% ആഗ്രഹങ്ങൾക്കും മാറ്റിവെച്ചാൽ ബാക്കി വരുന്ന 20% എന്ത് വന്നാലും നിങ്ങൾ നിക്ഷേപിച്ചിരിക്കണം. ഒരു ജോലിയിൽ നിന്ന് മാത്രം വരുന്ന വരുമാനം കൊണ്ട് ആരും കോടീശ്വരനായിട്ടില്ല. നിങ്ങളുടെ പ്രധാന ജോലിക്കൊപ്പം മറ്റെന്തെങ്കിലും വരുമാന മാർഗം കൂടി കണ്ടെത്തുക. ഡിജിറ്റൽ ലോകത്ത് ഇന്ന് ഇതിന് കോടിക്കണക്കിന് അവസരങ്ങളുണ്ട്. പൂജ്യത്തിൽ നിന്ന് കോടീശ്വരനിലേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ല. വഴിയിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. നിങ്ങൾ പുതിയൊരു ബിസിനസ്സോ ആശയമോ പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരും വീട്ടുകാരും വരെ നിങ്ങളെ കളിയാക്കിയേക്കാം. നിനക്ക് ഭ്രാന്താണ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അവർ പറയും. ഓർക്കുക, അവരുടെ പരിധി നിങ്ങളുടെ സ്വപ്നങ്ങളുടെ അതിരുകളാക്കരുത്. ഡിസിപ്ലിൻ ആണ് താരം. ഡിസിപ്ലിൻ മോട്ടിവേഷൻ നിങ്ങളെ യാത്ര തുടങ്ങാൻ സഹായിക്കും. എന്നാൽ ഡിസിപ്ലിൻ അഥവാ സ്വയം നിയന്ത്രണം മാത്രമേ നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കൂ. എല്ലാവരും ഉറങ്ങുമ്പോഴും അധ്വാനിക്കാനും എല്ലാവരും പണം ദൂർത്തടിക്കുമ്പോൾ മിച്ചം പിടിക്കാനുമുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. ഇന്ന് നാം ജീവിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലാണ്. ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ ആർക്കും എവിടെ ഇരുന്നും ലോകം കീഴടക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പുതിയ സാങ്കേതിക വിദ്യകളെയും ഭയപ്പെടാതെ അവയെ നിങ്ങളുടെ ബിസിനസ് വളർത്താൻ ഉപയോഗിക്കുക. സോഷ്യൽ മീഡിയയെ വെറും വിനോദത്തിന് മാത്രമായി കാണാതെ നിങ്ങളുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ കാണിക്കാനുള്ള വേദിയാക്കുക. നിങ്ങളൊരു ബ്രാൻഡ് ആയാൽ പണം നിങ്ങളെ തേടി വരും. സുഹൃത്തുക്കളെ, ഒരു കാര്യം, വൺ മാറ്റർ എപ്പോഴും ഓർക്കുക, നിങ്ങൾ ദരിദ്രനായി ജനിച്ചെങ്കിൽ അത് നിങ്ങളുടെ തെറ്റല്ല. എന്നാൽ നിങ്ങളൊരു ദരിദ്രനായി മരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. ഇന്ന് ഈ നിമിഷം നിങ്ങളൊരു തീരുമാനമെടുക്കണം. ഞാൻ ഇനി വെറും ഒരു കാഴ്ചക്കാരനല്ല, ഞാൻ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നവനാണ്. നിങ്ങളുടെ ഉള്ളിലെ പൂജ്യത്തെ കോടികളാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. തളരരുത്, പതറരുത്, മുന്നോട്ട് പോവുക. വിജയം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതുവരെ പോരാടുക. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഇൻസ്പയർ, സ്പാർക്ക് മൈൻഡ്.